നമസ്കാരം, ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാനിരിക്കുന്ന സെക്രട്ടറി ടെസ്റ്റിന്റെ എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എങ്ങനെ അപ്രോച്ച് ചെയ്യണം, എന്തൊക്കെയാണ് അടിസ്ഥാന വിവരങ്ങൾ, ഇതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. വരാനിരിക്കുന്ന സെക്രട്ടറി ടെസ്റ്റിന്റെ എക്സാമിന് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, എന്താണ് ഇതിന്റെ അടിസ്ഥാന വിവരങ്ങൾ, ഇതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇനി വിളിക്കാനിരിക്കുന്ന ഒരു എക്സാം ആണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് ഇപ്പോഴേ പഠിച്ചു തുടങ്ങേണ്ടതുണ്ടോ എന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കുക. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഈ എക്സാമിനോട്ട് എങ്ങനെ അപ്രോച്ച് ചെയ്യാം, പഠിച്ചു തുടങ്ങേണ്ട സമയമായി. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്ക് എന്തൊക്കെയാണ് നോക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം നോട്ടിഫിക്കേഷൻ ആണ്. അപ്പൊ നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഡിസംബറിലാണ് നമ്മൾ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നത്. കാരണം 2026 ഇപ്പൊ ഉള്ള ലിസ്റ്റ് തീരുന്നത്. അപ്പൊ എന്തായാലും 2025 എക്സാം നടത്തണം. എന്നാലേ 2026 തീരുമ്പോഴത്തേനും നമുക്ക് അടുത്ത ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് സാധാരണ രീതിയിൽ അപ്പൊ ഒരു വർഷം മുന്നെയാണ് വിളിക്കുന്നത്. അപ്പൊ 2024 ഡിസംബർ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഡേറ്റ് വിളിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുപോലെ തന്നെ അതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഒരു ബിരുദമാണ് അതിന്റെ ക്വാളിഫിക്കേഷൻ. അപ്പൊ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, കമ്പ്യൂട്ടർ കോഴ്സുകൾ DCA പോലുള്ള കോഴ്സുകൾ പഠിക്കേണ്ടതുണ്ടോ, ഇതിന് അപ്പോൾ എഴുതാൻ പറ്റില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ നിലവിൽ അങ്ങനെയുള്ള എക്സാം അതൊന്നും വേണ്ട. നമുക്ക് അംഗീകൃത ഒരു ബിരുദം മാത്രം മതി. അപ്പൊ നിലവിൽ നമുക്ക് എന്ത് വേണ്ട, DCA പോലുള്ളതൊന്നും പറഞ്ഞിട്ടില്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പൊ അതിന്റെ എക്സാം പാറ്റേൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ തവണ എഴുതിയവരായിരിക്കും. അപ്പോൾ എക്സാം പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രിലിംസും ഉണ്ടാവും, മെയിൻസും ഉണ്ടാവും. അപ്പോൾ പ്രിലിംസ് എല്ലാവരും എങ്ങനെയാ ചെയ്യുന്നത്, പ്രിലിംസ് പഠിക്കും, പ്രിലിംസിന് വേണ്ടി പഠിക്കും. പ്രിലിംസ് പഠിച്ച് കഴിഞ്ഞിട്ടായിരിക്കും ചിലർക്ക് കിട്ടിയിട്ട് അയ്യോ ഇനി മെയിൻസിന് പഠിച്ചില്ലല്ലോ എന്ന് വിചാരിച്ച് ഓടി നടന്ന മെയിൻസിന്റെ ബാക്കി ടോപ്പിക് ഒക്കെ പഠിക്കും. അപ്പൊ എന്ത് ചെയ്യും, റിസൾട്ട് കിട്ടത്തില്ല. പ്രിലിംസ് കിട്ടിയിട്ട് മെയിൻസ് കിട്ടത്തില്ല. അങ്ങനെ ഭൂരിഭാഗം പേർക്കും അങ്ങനെയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്, എക്സാം നഷ്ടപ്പെടുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെക്കുമ്പോൾ, പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ മൊത്തത്തിൽ അങ്ങ് പഠിച്ചു തുടങ്ങുക. പ്രിലിംസിനും മെയിൻസിന് ടോപ്പിക്ക് വ്യത്യാസമുണ്ട്. ഒരു ചെറിയൊരു ടോപ്പിക്കാണ്, കുറച്ച് ഭാഗങ്ങൾ, ഒരു സയൻസിന്റെയും ഒരു ഗവേണൻസിന്റെയും ഒരു സുപ്രധാന നിയമങ്ങളും ഒക്കെ വരുന്ന ഒരു ചെറിയ ടോപ്പിക്കാണ്. അത് നിങ്ങൾ പ്രിലിംസ് കിട്ടിക്കഴിഞ്ഞിട്ട് പഠിച്ചാൽ മതി. പ്രിലിംസിനും മെയിൻസിനും വേണ്ടിയിട്ടുള്ള മൊത്തം ടോപ്പിക് എന്തായാലും ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. അത് കഴിഞ്ഞിട്ട് പ്രിലിംസ് കിട്ടിക്കഴിഞ്ഞിട്ട് ആ മെയിൻസിന്റെ ടോപ്പിക് കൂടെ എക്സ്ട്രാ പഠിച്ചാൽ മതി. കഴിഞ്ഞ് ഉടനെ തന്നെ പഠിക്കണം, അല്ലാതെ പ്രിലിംസ് റിസൾട്ട് വന്നതിന് ശേഷം പഠിക്കാൻ നിൽക്കരുത്. അപ്പൊ എന്ത് ചെയ്യുക, മൊത്തത്തിൽ പ്രിലിംസിനും മെയിൻസിനും വേണ്ടിയിട്ടായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. ഇപ്പൊ അറിയാലോ, കുറച്ച് ഒരു UPSC ലെവലിലുള്ള എക്സാം ആണ് ഇപ്പോ ഡിഗ്രി ലെവലിൽ നടത്തുന്നത്. അപ്പൊ എന്ത് ചെയ്യാ, കുറച്ച് നന്നായിട്ട് പഠിക്കുക. ഇങ്ങനെ ഒരു ടോപ്പിക് എടുത്തിട്ട്, ഹിസ്റ്ററി എടുത്തിട്ട് കുറച്ച് ടോപ്പിക്ക് പഠിച്ചു, ബാക്കി എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അത് വിടാതിരിക്കുക. പഠിക്കുമ്പോൾ എല്ലാം പഠിക്കുക, കൃത്യതയോടെ പഠിക്കുക. നിങ്ങൾക്കറിയാം, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിഗ്രി ലെവലിന് എന്തായാലും ചോദിക്കാൻ പോകുന്നത് കൂടുതലും. അപ്പൊ എന്ത് ചെയ്യാം, അത് നന്നായിട്ടൊന്ന് പഠിച്ചു വെച്ച് കൃത്യതയോടെ ഒരു കാര്യം പഠിക്കുമ്പോൾ ഡീപ്പായിട്ട് വ്യക്തതയോടെ കണക്ട് ചെയ്ത് പഠിക്കുക. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ തെറ്റത്തുമില്ല. നമുക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ അത് കിട്ടാനും ചാൻസ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, പ്രിലിംസിനും മെയിൻസിനും വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങുക. പിന്നെ പ്രീവിയസ് എക്സാം എന്ന് പറയുമ്പോൾ പ്രിലിംസിന്റെ കട്ട് ഓഫ് 47.56 ആയിരുന്നു. മെയിൻസിന്റെ കട്ട് ഓഫ് 43.67 ആണ്. നമ്മൾ നോക്കുമ്പോൾ വളരെ ചെറിയ ഒരു മാർക്കാണ്. പക്ഷെ അത് കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ കാര്യമല്ല. വളരെ കഷ്ടപ്പെട്ടിട്ടായിരിക്കും അവർക്ക് അത്രയും മാർക്ക് കിട്ടിയത്. കാരണം നല്ല ടഫ് എക്സാം ആയിരുന്നു. ഈ ഡിഗ്രി ലെവലിൽ കേരള PSC നടത്തുന്ന വെച്ച് എക്സാംസ് വെച്ച് നോക്കുമ്പോൾ വളരെ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, UPSC ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ കുറെ പേര് വിചാരിക്കും, ഇപ്പൊ ഡിഗ്രി ലെവലൊക്കെ നല്ല പാടാക്കി നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല, നമുക്ക് വല്ല LDCയോ നോക്കാമെന്ന്. പക്ഷെ അത് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, കൃത്യമായി സിലബസ് കവർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഈ 47ഉം 43ഉം വളരെ ചെറിയൊരു മാർക്കാന്ന് വിചാരിക്കരുത്. വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടിയ കട്ട് ഓഫ് ആണ് 47ഉം 43ഉം എന്ന് പറയുന്നത്. അപ്പൊ പ്രീവിയസ് എക്സാമിന്റെ ലിസ്റ്റ് ഇപ്പൊ നടക്കുന്നുണ്ട്, ഇപ്പൊ എടുക്കുന്നുണ്ട്, ഓരോരുത്തരായിട്ട് ഓരോ മാസമായിട്ട് എടുക്കുന്നുണ്ട്. അത് നടക്കട്ടെ. അടുത്ത് നോക്കേണ്ട സിലബസ് ആണ്. സിലബസ് നമുക്ക് നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ നമ്മൾ എന്തായാലും നോക്കുന്നത് ഇപ്പൊ എന്താണോ നമ്മുടെ കയ്യിലുള്ള ഒരു ഡിഗ്രിയുടെ ഒരു സിലബസ് ഉണ്ട്, അത് വെച്ച് തന്നെയാണ് നമുക്ക് അത് മുന്നോട്ട് പോവാം. അത് വെച്ച് പഠിച്ചു തുടങ്ങാം. അപ്പൊ സിലബസ് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എന്തായാലും അങ്ങനെ മാറ്റം വരാൻ വലിയ ചാൻസുകളൊന്നുമില്ല. 1-2 ചിലപ്പോൾ ആഡ് ചെയ്യാം, ആഡ് ചെയ്യാതെയും ഇരിക്കാം.
പിന്നെ വേറെ ഒരു ഡിഗ്രി ലെവൽ എക്സാമും വിളിക്കുന്നില്ല എങ്കിൽ ഇത് ചിലപ്പോൾ മെയിൻസ് എക്സാം ആയിട്ട് നടത്താനും മതി. കൂടെ ബാക്കിയുള്ള ഡിഗ്രി ലെവൽ എക്സാമുകളിലൂടെ വരുമ്പോഴാണ് നമ്മൾ പ്രിലിംസും മെയിൻസും ആയിട്ട് നടത്തുന്നത്. ചിലപ്പോൾ സെക്രട്ടറി ടെസ്റ്റ് എന്നുള്ളൊരു ഒറ്റ എക്സാം ആണ് വിളിക്കുന്നതെങ്കിൽ നമുക്ക് ചിലപ്പോൾ മെയിൻസ് ആയിട്ട് നടത്താനും മതി. അതൊക്കെ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിട്ടേ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ കയ്യിലുള്ള ഒരു സിലബസ് ഉണ്ട്, പ്രിലിംസിന്റെയും മെയിൻസിന്റെയും, അത് വെച്ച് പഠിക്കാം. അപ്പൊ സിലബസില് വെയിറ്റേജ് എത്രയാണ്, ഓരോ ടോപ്പിക്കിന്റെയും ടോപ്പിക് വൈസ് വെയിറ്റേജ് ഉണ്ടാവും. ഇപ്പൊ പ്രിലിംസിന് ഇത്ര വേണം, ചിലതൊക്കെ പ്രിലിംസിന് വേണ്ട, ചിലതൊക്കെ മെയിൻസിന് വേണം. അങ്ങനെ ഞാൻ പറഞ്ഞു ആദ്യം. കുറച്ച് ആക്റ്റും കാര്യങ്ങളും ഒക്കെയാണ്, സയൻസും കാര്യങ്ങളും ഒക്കെയാണ്. അത് നിങ്ങൾ മെയിൻസിന് പഠിച്ചാലും മതി, പ്രിലിംസിന് പഠിക്കണം. നമ്മൾ എന്തായാലും മൊത്തത്തിൽ പ്രിലിംസ് മാത്രം കിട്ടാൻ വേണ്ടിയല്ല പഠിക്കുന്നത്, പ്രിലിംസും മെയിൻസും കിട്ടാൻ വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ഉള്ള സിലബസ് വെച്ച് നമ്മൾ തുടങ്ങുകയാണ്. ടോപ്പിക് എന്ന് പറയുമ്പോഴത്തേനും കുറച്ച് ടോപ്പിക്കുകൾ ഒഴിവാക്കി നിർത്തിയിട്ട് നമ്മൾ ബാക്കി പ്രിലിംസിന് പഠിക്കുക. പ്രിലിംസിന് എന്ന് പറയുമ്പോൾ എന്താ, മലയാളം, ഇംഗ്ലീഷ്, മാത്സ്. ഇത് ഒരുവിധം നന്നായിട്ട് അറിയാവുന്നവർക്ക് ഒരു 90% ക്രാക്ക് ചെയ്യാൻ എളുപ്പമാണ്. കാരണം അത് 50 മാർക്കിനാണ്. പകുതിയും ചോദിച്ചിരിക്കുന്നത് മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ആണ്. 20-20-10 വെച്ചിട്ടാണ്. അപ്പൊ ബാക്കിയാണ് GKയും കറണ്ട് അഫയേഴ്സും കൂടെ ചേർന്ന് വരുന്നത്. അപ്പൊ നമുക്ക് ഇതില് പക്ഷേ ചിലരെന്ത് ചെയ്യും, ഈ മാത്സും ഇംഗ്ലീഷും മലയാളവും മാത്രം പഠിച്ചിട്ട് പ്രിലിംസ് കിട്ടും, ബാക്കി ഒന്നും പഠിക്കാത്തതുകൊണ്ട് മെയിൻസ് കിട്ടത്തില്ല. അപ്പൊ അത് അങ്ങനെ വരരുത്. അതിന്റെ കൂടെ എല്ലാം പഠിക്കുന്നത് കൃത്യമായി പഠിക്കാം. അപ്പൊ നമുക്ക് ചലഞ്ചർ ആപ്പിൽ പുതിയൊരു കോഴ്സ് റൺ ചെയ്യുന്നുണ്ട് ഓൾറെഡി. ഇപ്പൊ മൺഡേ നമുക്കൊരു പുതിയ കോഴ്സ്, സെക്രട്ടേറിയറ്റ് ടെസ്റ്റിന്റെ കോഴ്സ് തുടങ്ങുകയാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ഇതിൽ നമ്മൾ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ചാല്, നമ്മള് SCERT സിലബസ് ഫുൾ കവർ ചെയ്യുന്നുണ്ട്. പ്രിലിംസിന്റെയും മെയിൻസിന്റെയും സിലബസ് നമ്മൾ ഫുൾ കവർ ചെയ്യുന്നുണ്ട്. നമ്മളൊരു 6 മാസം കൊണ്ട് ഫുൾ കവർ ചെയ്യും. ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന് കൺഫർമേഷൻ കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ എല്ലാ സിലബസും കവർ ചെയ്ത് കഴിഞ്ഞിരിക്കും. ഇനി നമുക്ക് എക്സാമിന് റിവിഷൻ മാത്രം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതിലാക്കിയാണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ബാക്കി പിന്നെ എന്താ, റിവിഷൻ മാത്രം. നമ്മൾ സിലബസ് ആദ്യമേ ഒരു 6 മാസം കൊണ്ട് എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞിരിക്കും. അപ്പൊ 2025 എക്സാം നടക്കുന്നത്, പ്രിലിംസ് ആയാലും മെയിൻസ് ആയാലും. അപ്പൊ നമ്മൾ അതിനു മുന്നേ തന്നെ എല്ലാ സിലബസ് വൈസ് എല്ലാം കവർ ചെയ്തിരിക്കും. നിങ്ങൾക്ക് ഇതിൽ വീഡിയോ ക്ലാസ് ഉണ്ടാവും, റെക്കോർഡഡ് ക്ലാസ്, പിന്നെ അതിന്റെ PDF ഉണ്ടാവും, നോട്ട്സ് ഉണ്ടാവും, കറണ്ട് അഫയേഴ്സ് ഉണ്ടാവും, ഡെയിലി മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും, മന്ത്ലി എക്സാംസ് ഉണ്ടാവും, ഡെയിലി ക്വിസ് ഉണ്ടാവും, ടോപ്പിക് വൈസ് ക്വിസസ് ഉണ്ടാവും, പിന്നെ എല്ലാ നോട്ട്സും PDF ആയിട്ട് എല്ലാ നോട്ട്സും ഉണ്ടാവും, റെക്കോർഡഡ് ക്ലാസ് ഉണ്ടാവും, വിത്ത് മെന്റർഷിപ്പ് ആണ്. നിങ്ങൾക്ക് 20 പേർക്കോ 30 പേർക്കോ ഒരു മെന്റർ ആയിട്ടല്ല, ഓരോരുത്തർക്കും ഓരോ മെന്റർ ആണ്. ആ മെന്റർ നിങ്ങളെ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് അനലൈസ് ചെയ്തിട്ട് അത് പഠിച്ചിട്ടേ നിങ്ങളെ മുന്നോട്ട് വിടത്തുള്ളൂ. കറക്റ്റ് ആയിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ ഒരാൾ കൂടെ തന്നെ ഉണ്ടാവും. ഒരുപാട് പേർക്ക് അതായിരിക്കും പ്രശ്നം, ഗൈഡ് ചെയ്യാൻ ഒരാളില്ല. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു മെന്റർഷിപ്പോട് കൂടിയ കോഴ്സാണ് ചലഞ്ചർ ആപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ എന്താ, കറണ്ട് അഫയേഴ്സ് ഡെയിലി ക്യൂസ് ഉണ്ട്, അല്ലാതെ മന്ത്ലി ക്യൂസ് ഉണ്ട്, PDF ഉണ്ട്, ഡെയിലി നമുക്ക് എല്ലാം കവർ ചെയ്ത് പോകാൻ പറ്റും. അപ്പൊ നമുക്ക് ഒരു മൊത്തത്തിൽ എല്ലാം കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു പാക്കേജ് ആണ് ചലഞ്ചർ ആപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ചലഞ്ചർ ആപ്പ് എടുക്കുമ്പോഴത്തേക്കും ഹോം സ്ക്രീനിൽ നമുക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്നൊരു കാർഡ് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ എല്ലാവരും പഠിക്കണം അല്ലെങ്കിൽ എക്സാം എഴുതണമെന്ന് ആഗ്രഹമുള്ളവർ എല്ലാവരും ജോയിൻ ചെയ്യുക, ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. നമ്മൾ നെക്സ്റ്റ് വീഡിയോയില് എങ്ങനെയാണ് സിലബസ്, എങ്ങനെയാണ് ഇതിന്റെ വെയിറ്റേജ്, എങ്ങനെയാണ് സ്റ്റഡി പ്ലാൻ, എങ്ങനെയാണ് അങ്ങനെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അടുത്ത വരും ദിവസങ്ങളിൽ നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. സ്ട്രാറ്റജി, സ്റ്റഡി പ്ലാന്, സിലബസ്, അതിന്റെ വെയിറ്റേജ്, എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ളത് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ഈ കോഴ്സ് കൂടെ കംപ്ലീറ്റ് ചെയ്യുക, പിന്നെ കൂടെ യൂട്യൂബ് ചാനലിലെ വീഡിയോസും കൂടെ കണ്ടുപോയാൽ നിങ്ങൾക്ക് എന്തായാലും ഇത് അടുത്ത സെക്രട്ടറി ടെസ്റ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.